ഓ ചൊറിഞ്ഞിട്ട് വയ്യ. ക്യാമറോണ. ഹലോ ഗായ്സ്, ഞാൻ പിന്നെ വന്നോ. ഹായ് നല്ല കാറ്റ്. തുझे देखा कोई जाना सनम यारो താഴത്തി കുത്തും കിടക്കും. ഇമ്മച്ചി എന്തൊക്കെയാ ബാക്കിലിരുന്ന് പറയണേ? വെറുതെ താലാട്ടി കൊടുക്കാം. എന്നൊക്കെ പറയാം. ഇമ്മയ്ക്ക് എന്തൊക്കെ പിച്ചും മെയ്യും പറയണ്ടേ? നമുക്ക് കേൾക്കണ്ടേ? കേട്ടാലല്ലേ എന്തേലും പറയാൻ പറ്റും. ഇനി കേട്ടാലും നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോ ഇന്ന് ഞാൻ എങ്ങടാ വണ്ടി പോണെന്ന് വെച്ചാല് ഒരു പാർക്കിക്കാണ്. ഏതോ ബിയോ തുയ്യോ എന്തോ പേരൊക്കെ പറഞ്ഞ് നമ്മക്ക് കളിച്ചാ പോരെ. ആ പാർക്കൊക്കെ പോണേ ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടോ. ഇവിടെ ബോട്ടിങ്ങും ഉമ്മച്ച് പോയില്ല ഒരു സിബ് ലൈനിങ് എന്ന് പറഞ്ഞ സാധനം. ആദ്യമക്കൂടെ ഒക്കെ പോണ സ്ഥലം. അതിമക്കൂടെ സൈക്കിളൊക്കെ പോകൂട്ടോ. പിന്നെ ഇവിടെ കുറെ കളിക്കാനുണ്ട്. പിന്നെ കുറെ നമുക്ക് കയറണൊക്കെ ഇട്ടിട്ടൊക്കെ നടന്നൊക്കെ പോവാ. ബാലൊക്കെ കിട്ടിയില്ല. അതിമക്കൂടൊക്കെ നടന്നു പോരാ. എന്തൊക്കെ റോപ്പ് ഇതൊക്കെ അമ്മച്ചൊക്കെ പറയണേ. ഞമ്മക്ക് ഈ വാശം കയറിയിട്ട് നമുക്ക് കണ്ടാ പോരെ. പിന്നെ കുറേ വെള്ളം ഉണ്ട് കേട്ടോ. അതിനൊക്കെ കണ്ടാ നമുക്ക് മുങ്ങി കുടിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് നീന്താൻ അറിയില്ലല്ലോ. എനിക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെള്ളമൊന്നും പേടിക്കാത്ത ആളാണ്. പക്ഷെ എൻ്റെ ഇപ്പച്ചി ഭയങ്കര പേടിത്തോണ്ടാ വരാ. ഒരു ബോട്ടിലും കയറൂല, ഒന്നിലും കയറൂല. ആ കരക്ക് നിന്ന് ഇങ്ങനെ നോക്കിന്നോളും. ഞാൻ എങ്ങനെ ഇവിടെ ചുറ്റി കാണേണ്ട. അപ്പോഴാണ് ഞാനൊരു കുട്ടിനെ കണ്ടത്. കണ്ടിട്ടുണ്ട് കണ്ട് നല്ല ശുള്ള ചക്കൻ. ഓനെ നോക്കിക്കന്നേരി ഓൻ്റെ ഉമ്മച്ചാണോ നോക്കിക്കണ്ട്. നമുക്ക് വേഗം പോവാ. ഓനെ കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് അടിച്ചിട്ടാ. പിന്നെ വേണ്ടാന്ന് വെച്ച് പോന്നെ. ഇമ്മച്ച് പറഞ്ഞ് വേറെ നമുക്ക് നോക്കാന്ന്. പിന്നെ ഞാൻ ഇമ്മമാക്ക് വേണ്ടിയിട്ട് കുറെ ചെടിയൊക്കെ നോക്കിയിട്ടോ. നല്ലൊരു രസമല്ല ചെടിയൊക്കെ ഇല്ലേ. പക്ഷെ ഒന്ന് തുണയരുതി പറഞ്ഞോണ്ട് ഒക്കെ ഞാൻ ഇങ്ങനെ വിട്ടരുന്ന് ഇങ്ങനെ മണ്ടോളൂ. എവിടെ നോക്കിയാലും ചെടിയാണ്. എൻ്റെ അമ്മമ്മ കണ്ടാൽ ഇതൊക്കെ എടുത്തിട്ട് മണ്ടു. അത്രക്കും ഉണ്ട് ചെടി ഇവിടെ. ഒക്കെ അല്ല മണോ. ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് എന്താ കാര്യം? നമുക്ക് കളിക്കാൻ പോവാ. ഞാൻ വന്നിക്കണേ ഇപ്പം അതിനല്ലേ. കുറച്ച് ഊഞ്ഞാലാടാൻ പോയിട്ട് വരട്ടോ. ഹായ് നല്ല സുഖം. ഇപ്പച്ചേ സ്പീഡ് പോരാട്ടാ. കുറച്ചും കൂടായിക്കോട്ടെ. ഇത് രസം. കുറച്ചും കൂടെ സ്പീഡ് പോരട്ടോ പിച്ചേ. നല്ല കൂടെ ഞാട്ടിക്കൂറി. നല്ല സുഖമുണ്ട് ഇതിന് ആടാൻ. അല്ല കുറച്ച് സ്പീഡ് കുറക്കാം. അത്രക്കൊന്നും വേണ്ടട്ടോ. അവിടെ എന്തോ ഉണ്ടല്ലോ. എല്ലാവരും ബോട്ടിൽ പോവാനല്ലേ. അവർ കുറേ പേര് പോകണുണ്ടോ? എനിക്ക് വെള്ളത്തിലൊന്നും പോവാൻ പേടില്ല തോന്നുന്നുണ്ട്. ഇനി വേറെ കളിക്കാം. ഇതിപ്പോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ. എൻ്റെ ഇപ്പോൾ ആരും കളിക്കാറില്ല. അതുകൊണ്ട് ഉമ്മച്ചി ഇങ്ങനെ ചെയ്തിരുന്നത്. ഇമ്മച്ചി ഇരുന്നാൽ പിന്നെ ഞാനിരിക്കും. ഇമ്മച്ചിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഇമ്മച്ചിനെ ഞാൻ ഇരുത്തൂല. നേരെ കഴിഞ്ഞിട്ട് ഇപ്പച്ചിനെ ഒന്ന് ഓടിക്കാനുണ്ട്. എപ്പോഴും ഉമ്മച്ചല്ലേ വരുന്ന ഓടലേ. ഇനി ഒന്ന് ഇപ്പച്ചിനെ ഓടിക്കണം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പച്ചിക്ക് ഒരു അവടക്കണം. ഇപ്പച്ചിക്ക് കൊണ്ടുവന്നല്ലേ നല്ല രസമുള്ള സ്ഥലത്തുകൾ പറഞ്ഞേ. ഇപ്പച്ചി എന്നോട് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്നാച്ചേ കുറച്ചും കൂടെ സ്പീക്കറിൽ ആട്ടിക്കൂടെ. അങ്ങനെ നല്ല സ്പീക്കറിൽ വരട്ടെ. സ്പീക്കർ പോരല്ലോ. ഇല്ലെങ്കിൽ ഇറങ്ങാൻ വേറെ കളിക്കുമ്പോൾ. അതേമാതിരി ഇമ്മച്ചിതാക്കിയൊക്കെ ഇമ്മച്ചി പോയിരിക്കണം. ഇമ്മച്ചിൻ്റെ പാട്ടിട്ട് പോയിട്ട് ഞാനിവിടൊക്കെ നോക്കട്ടെ. നല്ല മണലാണല്ലോ. ഞാൻ ആദ്യമായിട്ടൊക്കെ മണലൊക്കെ കാണുന്നത്. കടലിലൊന്നും പോയിട്ടില്ല. അടുത്തത് കടലിലേക്ക് പോകണം. അവിടെ എന്താ നമുക്ക് കാണാനല്ലോ. ഞാൻ വേറെ കളിക്കാൻ പോയിട്ടോ. ആദ്യം ഞാൻ ചുറ്റിലും നോക്കി. ഇപ്പൊ ചേതി മകേറ്റി കെട്ടിക്ക് പിന്നെ ഇതിമലും കൂടെ കയറണം. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. ചിലടത്ത് നമ്മളെ വീണൊക്കെയാണ് നീക്കുക. അങ്ങനെ ഇരുന്നോ? എൻ്റെ വലിയ രസമൊന്നും തോന്നണില്ല. അതെന്ത് ഇങ്ങനെ അതൊക്കെ പോകണമല്ലോ. സ്പീഡ് പൂത്താൻ ഞാൻ തീർച്ചയായും ചെയ്യും. എന്താപ്പം ചെയ്യുക? കുറച്ചേരം ഇരുന്നിട്ട് മുണ്ടാണെന്തെങ്കിലും ഇറങ്ങാം. ഇല്ലെങ്കിൽ മറ്റേ ചീത്ത പറഞ്ഞാലോ. തിരിയട്ടെ. ഇതൊക്കെ എന്താ തിരിയാത്തത്? ഇതൊക്കെ നിന്നെ വെറുതെ ഷോക്ക് വെച്ചത്. മതി. ബോട്ടിലൊന്നും ആരുമില്ല. അത് കണ്ട മൂല കണ്ട. അതാണ് സിപ്പ് ലൈൻ കേട്ടോ. അതിമക്കൂടെ ആരൊക്കെയോ പോണുണ്ട്. എൻ്റെ ക്യാമറയിൽ കാണാത്തതാണ്. എന്നിട്ട് ഇമ്മച്ച് കയറിയില്ലേ. അങ്ങനത്തെ ഇമ്മക്കൂടെ പോണുണ്ട് കേട്ടോ. 2 താത്തര്, ഒരു കുട്ടി ഒരു താത്തയാണ്. ആ കുട്ടിക്ക് ഭയങ്കര പേടി. ഞാൻ ആ കുട്ടി ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാനും ഒപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ.
ഇപ്പിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത്. ആ കുട്ടിക്ക് ആകെ പേടിയിട്ടാവും. അപ്പൊ ആ ബാക്കിന്നൊരു കാക്ക അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണൊക്കെ ഉണ്ട്. അത് കണ്ടെങ്കിപ്പോ ഉപ്പച്ചി പറഞ്ഞു നമുക്ക് പോവല്ലേ. അപ്പം ഉപ്പച്ചി പറഞ്ഞേ ഞാൻ വേറെ പാർക്കിൽ കൊണ്ടുപോകട്ടോ, അവിടെ എനിക്ക് കുറേ കളിക്കാനുണ്ട്. അങ്ങനെ വേറെ പാർക്കിൽ പോയിട്ടാ. അതും എന്തോ തുയ്യ ബിയായില്ലേ ഏതോ ഒന്നാണ്. അവിടെ പൈസ ഒക്കെ കൊടുക്കണം കേട്ടോ. അവിടെ എനിക്ക് പൈസ ഒന്നുമില്ല, എപ്പച്ചക്കും ഉമ്മച്ചക്കും പൈസ ഉണ്ട് കേട്ടോ. ഒരിക്കൽ 20 റുപ്യ ഉള്ളൂ കേട്ടോ. ഇതിമ കളിക്കാൻ നല്ല രസമുണ്ട്. ആനപ്പറ്റിയാണ് എനിക്ക് ഇവിടെ ആകെ ഇഷ്ടമുള്ളത്. ഇവിടെ ഇനിയും എന്തൊക്കെയോ പുതിയതൊക്കെ തുടങ്ങണം കേട്ടോ. ഹോറർ ഹൗസൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞീനെ. ഇതിലൊന്നും എനിക്ക് കാണാൻ പറ്റൂല കേട്ടോ. അതിനൊന്നും ഞാൻ നെഞ്ഞ് പോണെന്നല്ല. പിന്നെ ഇവർ പറഞ്ഞിട്ടില്ലേ 2 ആൾക്കാർ, അതിലൊക്കെ ഞാൻ കയറിട്ടോ. ഈ ആനപ്പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ ബൈക്ക് ഓടിക്കണ മതി കേട്ടോ. എൻ്റെ ചെറിയ മാമനിങ്ങനെ ബൈക്കിൻ്റെ ആളാണ്. അവനിങ്ങനെയാണ് പൂരാണ് കേട്ടോ പോവാ. നമുക്ക് വേറെ കയറണം എടുക്ക്. ഇപ്പം ചിഞ്ഞെടുത്താനേ ഇപ്പം ഇത് അടുത്തേൽ കയറണം. വേറെ കയറ്റി താഴ്പ്പിച്ച് അപ്പാ ഇനി എന്തിനാ ഇപ്പം കയറുക? ഇവിടൊക്കെ മണലാണല്ലോ. ഇവരൊക്കെ എന്തല്ലോ ഓർത്ത് മണലിട്ട് ഇനി ഒരിടത്തെങ്ങാനും കടലുണ്ടോ? പോയി നോക്കാം. എന്തായാലും ഒന്ന് ചുറ്റിലൊന്ന് നോക്കാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ. ഇവിടൊക്കെ സ്റ്റേജൊക്കെയാണല്ലോ. അവിടെ എവിടെ ഒന്നും കാണാനില്ല. നല്ല സ്റ്റെപ്പ് ഒന്ന് ഇരുന്ന് നോക്കണം. എവിടെ സ്റ്റെപ്പ് കണ്ടാലും എനിക്ക് അവിടെ കയറിയിരിക്കണം. അതാണ് എൻ്റെ രീതി കേട്ടോ. ഒന്ന് എടുക്കട്ടെ. അടിപൊളി സീറ്റ്. വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. മേലക്കും ഉണ്ടല്ലേ, മേലും പോയി നോക്കട്ടെ. കുഞ്ഞിപ്പോൾ എങ്ങനെ കയറാം? വലിയൊരു പടി ഉണ്ടാക്കി വെച്ചിക്കണേ. ഇതിപ്പൊക്കെ ഞാൻ എങ്ങനെ കയറാം? അവർക്ക് കുട്ടികളാണെന്ന് അറിഞ്ഞൂടെ, ചെറിയത് ഉണ്ടാക്കി വെച്ചൂടെ. ഈ പാർക്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ നല്ല തണലൊക്കെയാണ്. ഇതാണ് കേട്ടോ പുതിയ തുടങ്ങണത്. ഇതിന് മുമ്പ് അവിടെ വേറെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ അത് പൂട്ടിയിരിക്കണേ. ഹൊറർ ഹൗസാണ്, തുടങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ പൂട്ടിയിട്ടിരിക്കണേ. ഇനി അടുത്ത വരവില്ലെങ്കിൽ അത് തുറന്നിട്ടുണ്ടായാൽ മതിയെന്ന്. എനിക്ക് പേടിയൊന്നുമല്ലോ കേട്ടോ. ഇമ്മച്ചി ഇപ്പച്ചിനെ പേടിക്കോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പച്ചിനെ അതിൽ കയറ്റിക്കണം. നിന്റെ പുറത്ത് കണ്ടില്ലേ, ഇവിടൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലമേ. കാണാൻ നല്ല രസമില്ലേ? ഇപ്പോൾ വെള്ളം എന്തെങ്കിലും കാണാൻ നല്ല രസമാണ്. അവിടെയൊക്കെ തുറന്നിട്ടിട്ടില്ല. അവിടെ ഇപ്പുറത്ത് കണ്ട വെള്ളം കെട്ടിക്കെടുക്കണേ. അത് തുറന്നിട്ടല്ലേ അമ്മക്ക് ചൂടില്ലാതെ തുറന്നിറങ്ങാൻ പറ്റുള്ളൂ. ഇനി പോയി നോക്കട്ടോ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ വലിയ പടിയാണ്. ഇവിടെ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഇറങ്ങ? ഇപ്പിച്ചുള്ളതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഇറങ്ങി പോണേ. ഇതിമ്മ കുറച്ച് കളിക്കുക. അതിമ്മ പോകാൻ നല്ല രസമുണ്ട് കേട്ടാ. ഇതിമ്മ കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുക. 2 കാക്കാരുന്നില്ലേ. ഓരോരുത്തർ വെയിറ്റൊന്നുമില്ല എൻ്റെ അമ്മച്ചി. അപ്പം എൻ്റെ അമ്മച്ചിക്കില്ല. മാ ഒന്ന് ഇരിക്കിട്ടോ. ഇപ്പച്ചി ആട്ടി തന്നോ? ഉമ്മച്ചി ഇവിടെ ഒന്ന് ഇരിക്കേ. വേം വരി. ഇപ്പച്ചി ആട്ടി തരും. വേം വെച്ചിട്ടോ. ഇപ്പം നല്ല രസമുണ്ട്. ഇമ്മച്ചിനെ കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ ഒരു രസമില്ല. അമ്മച്ചി വേണം. ഇതാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചതിൽ ഞാനൊരു പാലം. ആ പാലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ താഴെട്ടാ നമുക്ക് താഴത്ത് കണ്ടെത്തും. വെള്ളമൊന്നും ഇല്ലാത്തോട്ട് നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വീണ വേദനയില്ലല്ലോ. ഇപ്പത്തിന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പേർപ്പിക്കണം. അതേ കൂടെ തലയൊരു ബപ്പച്ചിട്ട് പേടിക്കും. നല്ല രസമാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണിച്ചാൽ അപ്പുറത്ത് നേരത്തെ കണ്ടതാണ് കേട്ടോ. പുല്ലൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇവിടെ നോക്കുക. നല്ല വിജനമായ സ്ഥലം. ഈ പാലം കണ്ട ഇതിപ്പോൾ ആളൊന്നല്ലേ കേട്ടോ. അവിടെ അടച്ചിട്ടിക്കണേ. നമ്മൾ കുറച്ച് നടന്നിട്ടൊക്കെ ചുറ്റിക്കാണാം. ഇവിടെ നല്ല കാറ്റാണ്. പക്ഷേ ചൂടുള്ള കാറ്റാണ്. എന്നാലും കുഴപ്പമില്ല, കാറ്റ് വീശുണ്ടല്ലോ. ചൂടാണെങ്കിലും കാറ്റ് വന്നാലും രസമാണ്. കുറച്ച് റെസ്റ്റ് എടുത്ത് മെച്ചി കുറച്ച് തിന്നാനൊക്കെ തിന്നിട്ടോ. ഉറുമാവൊക്കെയാണ് തിന്നണത്. മുട്ടായി ഒന്നുമില്ല. ഓരിനെ പറ്റിച്ചതാണ്. എനിക്ക് ഐസ്ക്രീം മേടിച്ചാൽ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് കൊണ്ടതേന്ന്. എന്നിട്ട് ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല. ഓരോരോ തിന്നാനിങ്ങനെ ബാഗിലാക്കി കൊണ്ട് വന്നോളൂ ഇമ്മച്ചി. ഒരു സാധനമൊക്കെ പുറത്ത് പോയാൽ തിന്നാൻ പറ്റൂല. എന്നാലും ചൂടത്ത് ഇത് തിന്നാൻ തന്നെയാണ് രസം. ഇവിടെ തിന്നുമ്പോൾ നല്ല രസമുണ്ട്. വീട്ടിൽ നിന്ന് തിന്നുമ്പോൾ ഇതിനൊന്നും രസമില്ല. അവിടെ നിന്നപ്പോൾ നല്ല രസമാണ്. ഇമ്മച്ചിനോട് ഇങ്ങനെ ഉറുമാകുമ്പോൾ ചോദിക്കണുണ്ട് കേട്ടോ. വേഗം തിന്നിട്ട് അമ്മച്ചിനോട് ബോധിപ്പിക്കണം. ഇമ്മച്ചിക്ക് പിരിഞ്ഞിട്ട് വന്നൂടെ? ഇപ്പം ഞാൻ തരും നോക്കിയിരുന്നേ. വേറെ തിന്നിട്ട് ഈ കൊതിച്ച് ഉമ്മ ഒപ്പം തിന്നാ വന്നേച്ചോളും. ഇപ്പം തരും. തിന്നട്ടെ. ഇമ്മച്ചി ഇപ്പം വരുമൊക്കെ മേടിച്ച് തിന്നെ.
അവിടെ കണ്ടോ കുറച്ച് കുട്ടികളെ പുഴയ്ക്കൊക്കെ ഇറങ്ങിയിരുന്നേ. അവര് നാട്ടുകാരെ കൊണ്ടുണ്ട്. അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെ കാട്ടുണ്ട്. എപ്പോഴും ഞാൻ തിന്നിച്ചിട്ട് വേഗം ഇട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് കണ്ണടച്ച അപ്പുറത്ത് തിന്നു. കുറച്ചേരം കൂടെ ഊഞ്ഞാലൊക്കെ ആടിട്ടോ അവിടുന്ന് തിരിച്ചു പോരുന്നു. ഇപ്പം ലാസ്റ്റ് ഒന്നും കൂടെ കയറിയിട്ട് പോകണട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഒറ്റക്ക് ഊഞ്ഞാലിരുന്ന് ആടുന്നത്. അങ്ങനെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. അത് ഉമ്മച്ചിന്നെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഊഞ്ഞാലാക്കി തരുന്നത്. ആ കാക്ക ആടുമ്പോൾ എന്താ നല്ല സ്പീഡിലാണ്. കാക്കം തെറിച്ചു പോകൂലേ. പിന്നെ എൻ്റെ ഉമ്മച്ചി പിടിക്കണോട്ടോ ഞാനവിടെ ഇരിക്കണത്. അല്ലെങ്കിൽ ഞാനെപ്പം നിലത്ത് വീണീന്ന്. ഉമ്മച്ചി പറഞ്ഞിട്ടോ ഇനി പോവല്ലേ ഏറുണ്ടാ. ഞാൻ സമയക്കത്തോണ്ട് ഒരു വേറെ പാർക്കിൽ കൊണ്ടാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കർമ്മേക്കാണ് തടുത്തത് പോണത്. ഒരു ദിവസം കൊണ്ട് ഞാൻ 3 പാർക്കിൽ പോയി. ലാസ്റ്റ് ഇതിൽ മൂളെ കയറിയിട്ട് പോവാ. ഇതെന്താ പോവാത്തത്? നല്ല രസം. ഞാൻ പേടിച്ചു പോയി. ഒന്നിനും കൂടെ കയറിയാലോ നാളേക്കണേ. പക്ഷെ ഉമ്മച്ചി അയക്കണില്ല. ഉമ്മച്ചി പോവാറിട്ട് തിരക്ക് കൂട്ടിന്. എന്തായാലും വേറെ പാർക്കിൽ കൊണ്ടുപോകില്ല. എന്നാ പിന്നെ അവിടെ പോയി കഴിക്കാം. ഇനി പുതിയ പാർക്കിൽ പോയി നോക്കിയിട്ട് വരാം. എന്നാലും ഇവിടൊക്കെ എന്താ മണല്? എൻ്റെ വീട്ടിൻ്റെ ഒന്നും മണലല്ലല്ലോ. അവിടൊക്കെ എന്താ വേറെ മണ്ണ്. ഇനി അവിടെ പോയോക്കണം. അടുത്ത പാർക്കിലെന്തോ ഇവിടെ മണലാണല്ലോ. ഇവിടൊക്കെ മണലിട്ടിട്ടാണ് ഉണ്ടാക്കും. എന്നാ പിന്നെ എൻ്റെ വീട്ടിൽ മണലിടണം. നാളെ തന്നെ അപ്പച്ചനോട് പറയണം മണല് കൊണ്ടിരിക്കാൻ. പക്ഷേ ഈ താത്താണെങ്കിൽ കയ്യും വിടണില്ലല്ലോ. ഇമ്മച്ചാണെങ്കിൽ പറഞ്ഞും ചെയ്താ താത്താനോട് പിടിക്കാനേ. താത്താക്കാണെങ്കിൽ കൈ വിടാനും പൂതിയാവുണ്ട്. എന്നിട്ടിട്ട് മറിച്ച് പറഞ്ഞോണ്ട് വിടാനും വയ്യായിരിക്കും. ദിമെന്ന് ഇറങ്ങണല്ലോ. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം? മച്ചെന്നെ ഇട്ട് കൊടുന്നോണ്ട് ഇനി അടുത്തേക്ക് കയറി. അല്ലെങ്കിൽ അവിടെ പെട്ടുപോയി നേനെ. എനിക്ക് അതിൽ ഇറങ്ങണം. ഇതിൽ നല്ല രസമുണ്ടല്ലോ. എൻ്റെ നിർത്തി ആരാന്നിച്ച് പോട്ടെ. വേഗം വേഗം ഉണ്ട് പുറമെച്ചിയേ. സ്പീഡ് പോരാ. നല്ല രസമുണ്ട് പോ. ആരെങ്കിലും കയറാണ്ടോ? കയറേ. ഹലോ ഉമ്മച്ചി തന്നെ എടുക്കാൻ കാത്തിക്കണുണ്ട്. ഞാൻ വരൂല. ഒരാളും കൂടെ എന്താ ജാമോ? ഉമ്മച്ചി അവിടെ പോയി പുത്തിനെ. തപ്പടേം വന്ന ഈ ഉമ്മച്ചിനെ കൊണ്ട് ഒന്നിനും സമ്മതിക്കൂല. പിടിച്ചിരുന്നെങ്കിലേ ഞാൻ ഒഴുകൊന്നില്ല. എന്താ ഈ കാക്കതിൻ്റെ ഇഷ്ടം കൊണ്ടോളെ. ഇത് കൊള്ളാലോ. ഇങ്ങനെ ഇരുന്നാ കാർ ഓടിക്കണ പോലെ പോ. അല്ല ചന്തത്തിൽ പോവാൻ ഇങ്ങക്കൊക്കെ വേണമെങ്കിൽ വേഗം പോരി. കർമ്മയിലാണ് ഇത് ചെറിയ കുട്ടിയാക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ നിന്നൊരു താത്തക്ക് ഐസ്ക്രീം അടിച്ചതാ. പിന്നെ മറ്റേ ലഡു പൊട്ടി. ഞാനിഞ്ഞ് പോട്ടാ താത്താൻ്റെ കൂടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ താത്താനെ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ആ താത്താനെ കണ്ടിരുന്നേ. അപ്പൊ താത്തനൊക്കെ ചാറ്റൊക്കെ തന്നേ. ഓരോ കൂടെ ഒരു ബേബി ഉണ്ടേനെ. എവിടെ പോയി? എവിടെ? അപ്പോത്തിനെ പോയ. ഇതാണ് ഇവരൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് സൈബരും പോയി ഓനെ കണ്ടു പോവും. എന്നെ പിന്നെ ഊഞ്ഞാലാടിയിട്ട് തരാം. എവിടെ പോയാലും ഞാൻ ഊഞ്ഞാലാടുത്തപ്പോ ഊഞ്ഞാലാടാൻ ഒറ്റക്കാടാനൊക്കെ ഞാൻ തുടങ്ങിയിരിക്കണ്. എന്നാലും ഉറക്കം വരല്ലോ തുടങ്ങിയിരിക്കുന്നിട്ടാ. എന്നാലും ഇതിലൊക്കെ ചുറ്റി കറങ്ങിയിട്ട് വരണ്ടേ. എല്ലാത്തിലും കയറാനുള്ള സമയം നല്ല ഇരുട്ടായി തുടങ്ങി. ഇപ്പം എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. ഞാൻ നാളെ നേരെ പുറത്തേക്ക് തുടങ്ങണം. ഒപ്പിച്ചോണ്ട് പറഞ്ഞു വേറെ പാർക്കല്ലേ കൊണ്ടുപോകുമോ ചോദിക്കാൻ. ഇപ്പം തന്നെ ചോദിച്ചാലേ അടുത്ത ആഴ്ച കൊണ്ടുപോകുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കേടുന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ. ആരും കാണാതിരിക്കരുതേ. ബൈ.